الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. നമുക്കിനി സൂറത്തുൽ അഅറാഫ് 138 ആയത്താണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجاوزنا ببني إسرائيل البحر فأتوا على قوم يعكفون على أصنام لهم قالوا يا موسى اجعل لنا إلها كما لهم آلهة قال إنكم قوم تجهلون. وجاوزنا ببني إسرائيل. ഇസ്രായേൽ സമൂഹത്തെ നാം മുറിച്ചു കടത്തി. അൽ ബഹ്റ കടലിനെ. ഫഅതൗ അങ്ങനെ അവർ എത്തി അല്ലെങ്കിൽ വന്നു. അലാ ഖൗമിൻ ഒരു ജനതയുടെ അടുത്തുകൂടെ. യഅ്കുഫൂന അവർ പൂജിക്കുന്നു അല്ലെങ്കിൽ ഭജനമിരിക്കുന്നു. അലാ അസ്വനാമിൻ ലഹും അവർക്കുള്ള ചില പ്രതിമകളുടെ അടുക്കൽ. ഖാലു അപ്പോൾ ബനു ഇസ്രായേൽക്കാരിൽ പറഞ്ഞു, യാ മൂസ അല്ലയോ മൂസ ഇജ്അൽ ലനാ ആലിഹ ഞങ്ങൾക്കും ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക, നിശ്ചയിച്ച് തരിക. കമാ ലഹും ആലിഹ ഇവർക്ക് ദൈവങ്ങളുണ്ടല്ലോ അതേമാതിരി ഞങ്ങൾക്കും പൂജിക്കാൻ ഒരു ദൈവമുണ്ടായാൽ നല്ലതാണ്. ഖാല അദ്ദേഹം മൂസ അലൈഹിസ്സലാം പ്രതികരിച്ചു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ നിങ്ങൾ വല്ലാത്തൊരു വിവരം കെട്ട ജനങ്ങളാണ്, വല്ലാത്തൊരു വിഡ്ഢികളാണ്, നിങ്ങൾ വിവരക്കേട് കാണിക്കുന്നവരാണ്. ഒന്നുകൂടെ അർത്ഥം പറയാം. വജാവസ്ന ബി ബനി ഇസ്രായേൽ. ജാവസറ മുറിച്ച് കടക്കുക, വിട്ട് കടക്കുക, തരണം ചെയ്യുക എന്നൊക്കെ അർത്ഥം. വജാവസ്ന ബി ബനി ഇസ്രായേൽ ബനു ഇസ്രായേലിയരെയും കൊണ്ട് നാം വിട്ടുകടന്നു. അഥവാ അവിടെ നമ്മൾ അവരെ മുറിച്ച് കടത്തി. നാം വിട്ട് കടന്നു പറഞ്ഞാൽ നാം വിട്ട് കടന്നു എന്നല്ല. വജാവസ്ന ബി ബനി ഇസ്രായേല നാം ബനി ഇസ്രായേലിനെ മുറിച്ചു കടത്തി. അൽ ബഹ്റ കടലിനെ. ഫഅതൗ അവർ ചെന്നു ചേർന്നു അല്ലെങ്കിൽ അവർ എത്തിച്ചേർന്നു. അലാ ഖൗമിൻ ഒരു ജനതയുടെ മേൽ അഥവാ ഒരു ജനതയുടെ അടുക്കൽ. യഅ്കുഫൂന അവർ ഇഅ്തികാഫ് ഒരു ഭജനമിരിക്കലാണല്ലോ, അവർ ഭജനമിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ പൂജിക്കുകയാണ്. അലാ അസ്വനാമിൻ ലഹും അവരുടെ ചില പ്രതിമകളുടെ അടുത്ത്. സ്വനമ് എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് അസ്വനാമ്. ലഹും അവർക്കുള്ള. ഖാലു അപ്പോൾ ബനു ഇസ്രായേൽക്കാർ മൂസാ നബി അലൈഹി സ്വലാമയുടെ ജനത പറഞ്ഞു, എല്ലാവരും പറഞ്ഞു കൊള്ളണമെന്നില്ല, അല്പം പേര് അതിൽ ഒഴിവാണ്. അല്പം പേര് തൗഹീദൊക്കെ സ്വീകരിച്ചിട്ടുള്ള മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളും തന്നെയാണ്. പക്ഷേ ഒരു സമുദായം എന്നുള്ള നിലയിൽ അവരിൽ എല്ലാ തരക്കാരുമുണ്ട്. ഇസ്ലാം സ്വീകരിച്ചവരുണ്ട്, സ്വീകരിക്കാത്തവരുണ്ട്, മുനാഫിക്കുകൾ അടക്കം അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ്. ഖാലു യാ മൂസ ഇജ്അൽ ലനാ ആലിഹ ഇലാഹൻ ഞങ്ങൾക്കൊരു ദൈവം ഉണ്ടായാൽ നല്ലതാണ്, ഞങ്ങൾക്കൊരു ദൈവത്തെ നിശ്ചയിച്ചു തരിക. കമാ ലഹും ആലിഹ അവർക്കു ദൈവങ്ങളുള്ളത് പോലെ. ഖാല അദ്ദേഹം പറഞ്ഞു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ നിങ്ങൾ വല്ലാത്തൊരു വിഡ്ഢികളായ വല്ലാത്തൊരു വിവരം കെട്ട ജനങ്ങളാണ്. ഈ സംഭവം ചെങ്കടൽ കടന്ന് ഫിറഔൻ മുങ്ങി മരിക്കുന്നത് കാണുകയും ചെയ്ത് അവർ ഫലസ്തീനിലേക്ക് പോവുകയാണ്. വളരെ അത്ഭുതകരമായ വിധത്തിൽ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എന്നുള്ളതൊക്കെ അവർക്ക് അറിയാം. അതിൻ്റെ മുമ്പ് 30 വർഷം മൂസാ നബി അലൈഹി സ്വലാം അവരുടെ കൂടെ ഈജിപ്തിലുണ്ട്. ആ സമയത്ത് വ്യത്യസ്തങ്ങളായ അത്ഭുതങ്ങൾ കണ്ടിട്ടുണ്ട്. മൂസാ നബിയുടെ വടിയും കയ്യും ഇപ്പോഴും കൂടെയുണ്ട്. അതിൽ ഏറ്റവും ഈ 30 വർഷക്കാലം അവർ കണ്ടതിൽ ഏറ്റവും അത്ഭുതകരമായ ഭയാനകമായ സംഭവമാണ് ചെങ്കടൽ പിളർന്നു മാറി എന്നുള്ളത്. ഈ ലക്ഷക്കണക്കിന് മനുഷ്യന്മാർ
മറുകര അണഞ്ഞപ്പോൾ ചെങ്കടൽ കൂടുകയും ഫിറഔനും കൂട്ടരും അവരുടെ വാഹനങ്ങളും, ഒട്ടകമാണ് അന്നത്തെ വാഹനം, അത് മുങ്ങി നശിക്കുന്നത്, തിരമാലകളിൽപ്പെട്ട് ആടി ഉലഞ്ഞ് മരിച്ചു പോകുന്നത് കണ്ടു നിൽക്കുകയാണ് ഇവർ കരമ്മ. എന്നിട്ടിങ്ങനെ പോണ കൂട്ടത്തിൽ ഫിറഔനിൻ്റെ തന്നെ അധീനതയിലുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് കുറച്ച് ആളുകൾ, ഒരു ഖനിത്തൊഴിലാളികൾ എന്നുണ്ടല്ലോ, ഖനിത്തൊഴിലാളികൾ, അവരവർക്ക് വേണ്ട ധാതുക്കൾ കുഴിച്ചെടുക്കുകയാണ്. അപ്പോൾ അവർക്ക് ഒഴിവ് സമയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരു അമ്പലവും കുറച്ച് ദൈവങ്ങളും അതിൽ പൂജ നടത്തുന്ന ആൾക്കാരൊക്കെ കാണുകയാണ് ഇവർ പോകുമ്പോൾ. അപ്പോഴാണ് ഇവർക്ക് തോന്നി ഇത് തിരക്കടില്ല പരിപാടി, നമുക്കൊരു ദൈവം ഉണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ദൈവം നമുക്കും ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ ഏകദൈവത്വം അങ്ങോട്ട് കടന്നു ചെന്നിട്ടില്ല, ബഹുദൈവത്വം അവരിൽ കുടിയിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. കോളനിയുടെ സംസ്കാരം, അവർ ഇതുവരെ ഈജിപ്തിൻ്റെ അടിയാളന്മാരായി കഴിയായിരുന്നു. അപ്പോൾ മേലാളന്മാരുടെ സംസ്കാരം ഇങ്ങോട്ട് വിട്ടുപോകണില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷുകാരുടെ സംസ്കാരം ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടും വിട്ടുപോകാത്തതുപോലെ പല വിഷയത്തിലും ബ്രിട്ടീഷുകാരുടെ സംസ്കാരം തന്നെയാണ് നമ്മൾ ഇന്ത്യക്കാർ പിന്തുടരുന്നത് എന്നത് ഞാൻ പറയുന്നതല്ല. വിദ്യാഭ്യാസ രംഗത്ത്, നീതിന്യായ നിർവഹണ രംഗത്തൊക്കെ ആ ഒരു അല്ലേ, അങ്ങനെ നമ്മൾ വായിക്കാറും കേൾക്കാറും ഒക്കെ ഉണ്ടല്ലോ, കോടതി വ്യവഹാരങ്ങളിൽ. അപ്പം ഇങ്ങനെ ഉള്ള ഒരു സ്വാധീനം എല്ലാ കാലത്തും ഈ കോളനി നിവാസികളിൽ ഉണ്ടാവാറുണ്ട്. അത് ഇവരിൽ നിന്നും വിട്ടുപോകാതെ അവരിൽ നിന്നും. ഉദാഹരണമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈൻ യുദ്ധത്തിന് പോകുമ്പോൾ ഒരു സംഭവം ഉണ്ടായി. അതിൽ ബദവികളായ വളരെ സാധാരണക്കാരായ നാടന്മാരായ അറബികൾ, ഹുനൈൻ എന്ന് പറയുന്നത് മക്കയുടെയും ത്വായിഫിൻ്റെയും ഇടയിലുള്ള ഒരു താഴ്വരയാണ്. അവിടെ ഹുനൈൻ യുദ്ധവും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ഹുനൈൻ യുദ്ധം ഖുർആൻ പരാമർശിച്ചൊരു യുദ്ധം കൂടിയാണ്. അപ്പോൾ ഈ ഹുനൈൻ യുദ്ധത്തിലേക്ക് പോകുമ്പോൾ മുശ്രിക്കീങ്ങൾ അവരുടെ ആയുധങ്ങൾ, വാളും കുന്തവും വില്ലും പരിചയൊക്കെ തൂക്കിയിടുന്ന ഒരു മരമുണ്ട് അവിടെ. അത് വർഷത്തിലൊരിക്കൽ അവിടെ പൂജയും വഴിപാടൊക്കെ ഉണ്ട്. അത് രസമാണല്ലോ, നല്ല രസമായിരിക്കും. ആയുധങ്ങളൊക്കെ ഇങ്ങനെ തൂക്കിയിടുക, കൊല്ലത്തിലൊരിക്കൽ അവിടെ ഒരു പൂജ നടത്തുക, അങ്ങനെ ആനമയിലൊട്ടകം കളിക്കുക, വെടിക്കെട്ടും ഒക്കെ ഉണ്ടാവുക. ഇന്നും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മരം അവർ കണ്ടു. സഹാബികളിൽപ്പെട്ട വളരെ സാധാരണക്കാരായ, ജാഹിലിയത്തിൽ നിന്ന് പൂർണ്ണമായി മുക്തരായിട്ടില്ല. അപ്പോൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ല അള്ളാഹിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് ഇജ്അൽ ലനാ ദാത്ത അൻവാത്തിൻ കമാലഹും ദാത്ത അൻവ, ഇവർക്ക് ആയുധം തൂക്കിയിടാനുള്ളൊരു മരം ഉണ്ടായതുപോലെ നമുക്കൊരു മരം ഉണ്ടായൊരു ആവേശമായിരിക്കുമല്ലോ. അതൊരാവേശമാണ് പൂജക്ക് വെക്കാൻ, ആയുധങ്ങളൊക്കെ പൂജക്ക് വെക്കാൻ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവൻ. ഇന്നഹ അസ്സുനനു ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത്ത് ബനി ഇസ്രായേൽ, ഖുൽതും വല്ലദീ നഫ്സി ബിയദിഹി കമാ ഖാലത്ത് ബനി, നിങ്ങളിപ്പോൾ പറഞ്ഞത് മുൻഗാമികളുടെ ചില ചര്യകൾ കാണുകയാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ബനി ഇസ്രായേൽക്കാർ പറഞ്ഞ മാതിരി അപ്പം എന്നോട് പറഞ്ഞത്, യുദ്ധത്തിന് പോവുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ സഹാബികളിൽപ്പെട്ട ബദുക്കളായ നാടന്മാരായ അറബികൾ. അപ്പോൾ ബനി ഇസ്രായേൽക്കാർ പറഞ്ഞ മാതിരി ഞങ്ങൾ പറഞ്ഞത്, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, ഞങ്ങൾക്കൊരു ദൈവം വേണം അവർക്ക് ദൈവങ്ങളുള്ളതുപോലെ. ഫഖാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, മൂസാ നബി അവരോട് പറഞ്ഞാൽ നിങ്ങൾ വല്ലാത്ത വിവരം കെട്ട ആൾക്കാരാണെന്ന്. എന്നിട്ട് ഈ ആയത്ത് അദ്ദേഹം ഓതുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ല തർക്കബുന്ന സുനന മൻകാന ഖബലക്കും, മുൻഗാമികളുടെ ചര്യകളിലേക്ക് നിങ്ങൾ നടന്ന് കയറുക തന്നെ ചെയ്യും. പൂർവികരുടെ ചര്യ, അതിൻ്റെ പിന്നാലെ നിങ്ങളും പോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പം അവരെ ഉണർത്തി. ഇമാം തുർമുദി അഹമ്മദൊക്കെ ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു ഹദീസില്ല, തത്തബിഉന സുനന മൻകാന ഖബലക്കും ശിബ്റൻ ബിശിബ്രി, അല്ലേ, നമ്മളെപ്പോഴും കേൾക്കുന്ന ഹദീസല്ലേ. ചാണിന് ചാണായി മുഴത്തിന് മുഴമായി നിങ്ങൾ പൂർവികരുടെ ചര്യയുടെ പിന്നാലെ പോകും.
അവരൊരു ഉടുമ്പിൻ്റെ മാളത്തെ കയറിയാൽ നിങ്ങൾ ഓലെ പിന്നാലെ എന്തിനാന്നൊന്നുമില്ല, ഓല ഉടുമ്പിൻ്റെ മാളത്തെ കയറി ഞങ്ങളും കയറും. ഹത്താ ഇദാ ദഖലു ജുഹറ ലുബ്ബിൻ തബിഅതുമുഹും ഖുൽനാ യാ റസൂലല്ലാഹ്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, യഹൂദികളും നസറാക്കളാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? അതെ, ഓല ചരി തന്നെ. അവരുടെ പിന്തുടർച്ചയിൽ നിങ്ങളുണ്ടാകും. ജൂതന്മാരിൽ നിന്നും ക്രൈസ്തവരിൽ നിന്നും നിങ്ങൾ ഇസ്ലാമിന് നിരക്കാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളും ഒക്കെ കണ്ടുപഠിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂൽ പറഞ്ഞു, ഫമൻ, പിന്നെ ആരെയൊക്കെയാണ് ഉദ്ദേശിച്ചത്? ഓലെ തന്നെ ഉദ്ദേശിച്ചു. അതേമാതിരിയാണ് നമ്മളെ ആൾക്കാർ ഖുർആൻ അർത്ഥം മനസ്സിലാക്കാതെ വായിച്ചു പോകേണ്ടതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഖുർആൻ വായിക്കാത്തതല്ല, കാരണം അവർ അതിൽ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാത്തതാണ് പ്രശ്നം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞതും നമുക്ക് കൂട്ടത്തിൽ ഞാൻ നിങ്ങളെ ഉണർത്തുകയാണ്. അപ്പോൾ ഇവിടെ സംഭവം വളരെ വ്യക്തമാണല്ലോ. ഇനി ആ അർത്ഥം പറഞ്ഞ് നിർത്തുകയാണ്. വജാവസ്നാ ബിബനി ഇസ്രാഈൽ അൽ ബഹറ, ബനി ഇസ്രാഈലരെ നമ്മൾ കടൽ മുറിച്ച് കടത്തി. ഫഅതൗ അലാ ഖൗമിൻ യഅകുഫൂന അലാ അസ്നാമിൻ ലഹും, അപ്പോൾ അവർ ഒരു ജനതയുടെ ബിംബങ്ങളുടെ മുമ്പിൽ ആരാധന നടത്തിക്കൊണ്ടിരുന്ന, പൂജ നടത്തിക്കൊണ്ടിരുന്ന, വഴിപാട് നടത്തിക്കൊണ്ടിരുന്ന, ഭജനമിരുന്ന ഒരു സംഘത്തിൻ്റെ ഒരാൾക്കാരുടെ അടുത്ത് കൂടെ ഇവർ നടന്നു പോകാനിടയായി. ഖാലു, അത് കണ്ട മൂസാ നബി അലൈഹി സ്വലാമയുടെ ജനതയിൽ നിന്ന് പലരും പറഞ്ഞു, യാ മൂസ ജഅൽ ലനാ ആലിഹ, അല്ലയോ മൂസ ഞങ്ങൾക്കും ഒരു ദൈവത്തെ നിശ്ചയിച്ച് തരിക. കമാ ലഹും ആലിഹത്തുൻ, ഇവർക്ക് ദൈവങ്ങളുള്ളതുപോലെ. ഖാല, അദ്ദേഹം പ്രതികരിച്ചു, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വല്ലാത്ത വിവരം കെട്ട ജനങ്ങളാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുദൈവത്വത്തിൽ നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. എന്നും ഏകദൈവത്വത്തിൽ ഉറച്ചുകൊണ്ട് അവന് ഇബാദത്ത് ചെയ്തുകൊണ്ട് അവൻ്റെ പ്രീതി നേടിക്കൊണ്ട് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് നാഥ് നമുക്ക് നൽകുമാറാവട്ടെ. اللهم علمنا من القرآن ما جهلنا وذكرنا منه ما نسينا وارزقنا تلاوته آناء الليل وأطراف النهار. اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وذهاب حزننا وجلاء همنا وغمنا يا رب العالمين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والحمد